അവൻ പറയുന്നത് ജസ്റ്റ് ഞാൻ സ്ക്രീൻഷോട്ട് ഒന്ന് കാണിച്ചു തരാം. അവനകത്ത് പറയുന്നത് അവൻ എൻ്റെ പ്രോപ്പർട്ടി ആവണം, അവന് എന്നോട് ഭയങ്കര പ്രേമമാണ്, അവനെൻ്റെ ടോയ് ആവണം, അവൻ എൻ്റെ പെറ്റാവണം. സോറി ഡൂൾ, അത് ഞാൻ കൺട്രോൾ പോയെന്നും പറഞ്ഞ് ഇങ്ങനെയുള്ള അപരാധങ്ങൾ കാണിച്ചു വയ്ക്കുന്നത് എന്തിനാണ്? ഹായ് ഫ്രണ്ട്സ്, പെൺകുട്ടികളുടെ ഫോൺ നമ്പറൊക്കെ എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ചെടുത്തിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ മെസ്സേജ് അയക്കുക, അതുപോലെ തന്നെ ന്യൂഡായിട്ടുള്ള ഫോട്ടോസ്, വൾഗറായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ള കുറച്ച് സംഭവങ്ങൾ ഇപ്പോൾ വളരെയധികം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കൊണ്ടല്ല ഇത്തരത്തിലുള്ള ആളുകൾ മെസ്സേജ് അയക്കുന്നത്, കമൻ്റ് ഇടുന്നത് എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു സ്ത്രീ അനുഭവിച്ചിട്ടുള്ള എന്തൊരു പ്രശ്നവും നമ്മൾ ധൈര്യമായിട്ട് അത് മറ്റുള്ള ആളുകൾ അറിയണം, അല്ലെങ്കിൽ അവൻ ചെയ്ത ആ ഒരു ക്രൂരത പുറം ലോകം അറിയണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരു സ്ത്രീ ധൈര്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ഇത് തുറന്ന് പറയുമ്പോൾ കുറേ ആളുകൾ അതിന് മോശമായിട്ടും ആ ഒരു സ്ത്രീയെ കമൻ്റ് ഇടുന്ന ആളുകളുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടല്ലേ ആളുകൾ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ മെസ്സേജ് അയക്കുന്നത്, ഫോട്ടോ അയക്കുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ? ആരെങ്കിലും ഇത്തരത്തിലുള്ള നരമ്പരോഗികളായിട്ടുള്ള പയ്യന്മാരായാലും വയസ്സായവരായാലും ആരായാലും എവിടെന്നെങ്കിലൊക്കെ ഒരു നമ്പർ തപ്പിപ്പിടിച്ചിട്ട് അതാരാണ് എന്താണെന്നൊന്നും അറിഞ്ഞിട്ടില്ല ആ ഒരു നമ്പറിൽ ഒരു പെണ്ണിൻ്റെ വോയിസാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫൈലിൽ പെണ്ണിൻ്റെ ആണോ ഒരു സ്ത്രീ ആണോ കാണുന്നത് എന്നുണ്ടെങ്കിൽ അവർ ഇത്തരത്തിലുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരിക്കലും സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇതിലിറങ്ങിയത് കൊണ്ട് മാത്രം ഉള്ള, അല്ലെങ്കിൽ അവർ മാത്രം നേരിടുന്ന ഒരു ബുദ്ധിമുട്ടല്ല. ഒരുപാട് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ, വീട്ടിൽ ഇത്തരത്തിലുള്ള ആപ്പുകളും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്ത ഒരുപാട് സ്ത്രീകൾക്കെതിരെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അവർക്ക് സംഭവിക്കുന്ന ഒരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതൊക്കെ ഉള്ളിലൊതുക്കി അല്ലെങ്കിൽ പേടിച്ചിട്ട് ആരോടാണ് തുറന്ന് പറയണ്ടേ എന്നറിയാതെ പേടിച്ചിരുന്ന്, അല്ലെങ്കിൽ അവർ കാട്ടുന്ന ഭീഷണികൾക്കൊക്കെ വഴങ്ങിക്കൊടുക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ. പക്ഷേ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സ്ത്രീകളാണ് കുറച്ചുകൂടി ബോൾഡായിട്ട് മുന്നോട്ട് വന്നിട്ട് അവർക്ക് നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അവർ തുറന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ഇപ്പോൾ ചെയ്തിട്ടുള്ള ആ ഒരു തെറ്റ് പിന്നീട് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ അടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സില്ലു ടോക്സിലെ ആ ഒരു യുവതിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പയ്യനതുപോലെ ന്യൂഡായിട്ട് നിൽക്കുന്ന ഫോട്ടോ, വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നത്. ആ ഒരു സ്ത്രീ എന്ന് വെച്ചാൽ അവരത് വളരെ ബോൾഡായിട്ട് കണ്ടിട്ട് മറ്റൊരു ഫോണിൽ അത് റെക്കോർഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു താത്ത ആ ഒരു കാര്യം ചെയ്തുകൊണ്ട് തന്നെ ഒരു കാര്യം തീർച്ചയായിട്ടും ഉറപ്പാണ്, ഇനി ആ ഒരു പയ്യൻ എന്തായാലും മറ്റൊരാൾക്ക് ഇത്തരത്തിലുള്ള മെസ്സേജ് അയക്കില്ല എന്ന്. എന്തായാലും അവൻ്റെ ആ ഒരു ചൊറിച്ചിൽ അല്ലെങ്കിൽ ആ ഒരു അസുഖം എന്തായാലും അപ്പം തന്നെ മാറിയിട്ടുണ്ടാവും എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ്. ഇതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു പെൺകുട്ടിയും പ്രതികരിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യത്തിൽ വെച്ച് അതൊരു വലിയൊരു പയ്യനായിരുന്നു. ഈ സില്ലു ടോക്സിൽ മെസ്സേജ് അയച്ചിട്ടുള്ള ഒരു ചെക്കൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഏജുള്ള ഒരാളായിരുന്നു. പക്ഷേ ഈ ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള ഒരു ചെക്കൻ എന്ന് പറയുന്നത് വളരെ ചെറുപ്പമാണ്. കണ്ടു കഴിഞ്ഞാൽ അത്ര ഏജൊന്നും തോന്നില്ല. അതിൻ്റെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഫോട്ടോ കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള തെറ്റ് ചെയ്യുന്നവരെ നമ്മൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഇങ്ങനെ വാൻ ചെയ്ത് വിടുമ്പോൾ അവർക്കൊരു പേടി ഉണ്ടാവില്ല. അപ്പോൾ അവർ നമ്മളോട് ഈ തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ മറ്റാളുകൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവരൊരു പക്ഷേ ഇത് പുറത്ത് പറയാതെ അവൻ്റെ ആ ഒരു ചതിയിൽ പോയി പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ചതിയിൽ പോയിട്ട് പെടും. അപ്പോൾ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഫോട്ടോ സഹിതം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു പേടി ഉണ്ടാവും മനസ്സിൽ. നമ്മളിപ്പോൾ അത് ആരെയും മോശമായിട്ട് അല്ലെങ്കിൽ നാണം കെടുത്താനോ ഒന്നും അല്ലെങ്കിലും അവന് ചെയ്ത ഒരു തെറ്റ് എന്താണെന്ന് അവന് ബോധ്യം വരണം ഇല്ലേ? കാരണം ഇപ്പോൾ ഈ ഒരു തെറ്റ് ചെയ്തു, ഇതാരും തന്നെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവനത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് എന്ന് ഒരു പക്ഷേ അവൻ ആരെങ്കിലും വഴി അറിയുന്നുണ്ടെങ്കിൽ അവനക്കൊരു പേടി ഉണ്ടാവും, ഇനി ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഒക്കെ ആലോചിച്ചിട്ടാണ് തീർച്ചയായിട്ടും സ്റ്റോപ്പ് ചെയ്യുള്ളൂ. നമ്മൾ ഒരിക്കലും ഒരു കള്ളം ചെയ്യുമ്പോൾ അത് പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിലാണ് വീണ്ടും വീണ്ടും മോഷ്ടിക്കാനോ അല്ലെങ്കിൽ എന്ത് തെറ്റാണ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ആ ഒരു ടെൻഡൻസി നമുക്കുള്ളിൽ കൂടുന്നത് അല്ലേ? അല്ലെങ്കിൽ അത് പിടിച്ചിട്ടുണ്ട് ഒരാൾ, അല്ലെങ്കിൽ ഞാൻ ഇന്ന തെറ്റ് ചെയ്താൽ ഇനിയും ആളുകൾ അറിയും എന്നുള്ള ഒരു ഭയം നമുക്കുള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു തെറ്റ് ചെയ്യാൻ നിൽക്കില്ല. അല്ലാതെ നമുക്കൊരു ഓവർ കോൺഫിഡൻസ് ആണ് ചില ആളുകൾക്ക്, ഞാൻ ചെയ്താൽ അത് ആരും അറിയില്ല എന്നുള്ള ആ ഒരു രീതിയിലുള്ള ചിന്തകളൊക്കെ ഉണ്ടെങ്കിലാണ് പിന്നീട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു സ്ത്രീ ആ ഒരു പയ്യൻ്റെ ഫോട്ടോ സഹിതം കൊടുത്തതിൽ എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. കാരണം അവനെ അറിയണം അവൻ ചെയ്തിട്ടുള്ള തെറ്റ് എത്രമാത്രം വലുതാണെന്ന്. ഇത്തരത്തിലുള്ള അവനെന്തെങ്കിലുമൊക്കെ ഒരു ഇത് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അത് മറ്റുള്ള സ്ത്രീകളുടെ മേത്തല്ല കാട്ടേണ്ടത്. അപ്പം അത് അവൻ്റെ വീട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പയ്യനെ മനസ്സിലാക്കി കൊടുക്കുക. ഇത്തരത്തിലുള്ള ഇതൊന്നും മറ്റ് സ്ത്രീകളോടല്ല കാണിക്കേണ്ടത്, അവൻ്റെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്നൊക്കെ തീർച്ചയായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പം ഇത്തരത്തിൽ ആരും ഇനി ആ ഒരു സ്ത്രീക്ക് താഴെ വന്നിട്ട് കുറേ ആളുകൾ കമൻ്റ് ഇടുന്നവരുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഒരു വീഡിയോ തുറന്ന് പറഞ്ഞതിൻ്റെ പേരിലും നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടല്ലേ എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരും ചിന്തിക്കുക, നാളെ നിങ്ങളുടെ വീട്ടിലുള്ള
അമ്മക്കോ പെങ്ങൾക്കോ സഹോദരിമാർക്കോ ആർക്കായാലും ഈ ഒരു അവസ്ഥ വരാം. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ കൂടി മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം യൂസ് ചെയ്യുന്നവരാണ് നമ്മളിൽ മിക്ക ആളുകളും. അപ്പോൾ ഒരു നമ്പർ തപ്പിപ്പിടിച്ചിട്ട് എവിടുന്നേലും വിളിക്കാൻ അധികം നേരം വേണ്ട, അല്ലെങ്കിൽ ഒരു നമ്പർ എങ്ങനെയും ആർക്കെങ്കിലും കിട്ടാനൊന്നും അധികം നേരം വേണ്ട. അതിലൊരു തരത്തിലുള്ള ഓൺലൈനിൽ നമ്മൾ ഇരിക്കുന്നില്ലെങ്കിൽ കൂടി, അല്ലെങ്കിൽ നമ്മൾ അതിൽ ഇൻവോൾവ് അല്ലെങ്കിൽ കൂടി നമ്മുടെ നമ്പർ തപ്പിപ്പിടിച്ചിട്ട് ഇപ്പോൾ ഒരാൾക്ക് വിളിക്കാൻ അത്ര ഇതൊന്നും ഇല്ല. എങ്ങനെയും ഒരു നമ്പർ ഡയൽ ചെയ്താൽ അത് ആർക്കെങ്കിലുമൊക്കെ പോകുന്ന ഒരു ഇതല്ലേ. അപ്പം അങ്ങനെ ഇതുവഴിയൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആർക്കാണെങ്കിലും ഇത്തരത്തിലുള്ള അവസ്ഥ വരാം. അപ്പോൾ സ്ത്രീകളെ മാത്രം പുച്ഛിക്കാതെ ആ ഒരു പയ്യനെ കണ്ടെത്തി അവന് വേണ്ട ആ ഒരു കറക്റ്റായിട്ടുള്ള മറുപടി കൊടുത്താൽ തന്നെ ഇത്തരത്തിൽ മേലാൽ ആരും ഒരു തെറ്റ് ചെയ്യില്ല. എന്തായാലും ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നവരെ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ കാണിക്കുക തന്നെ ചെയ്യണം. കാരണം അവനാ ഒരു പേടി വേണം. ഇനി ഒരു തെറ്റ് ചെയ്താൽ അത് ലോകം അറിയും എന്നുള്ള ഒരു പേടി ഉണ്ടെങ്കിൽ തന്നെ ആരും ഇത്തരത്തിലുള്ള തെറ്റിന് വേണ്ടിയിട്ട് മുതിരില്ല.